ഞാൻ രണ്ട് സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ ബുധനാഴ്ച ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണേണ്ടതായിട്ട് വന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ECGയിലെ വേരിയേഷൻ കാണുകയും കൂടുതൽ പരിശോധനകൾ നടത്തണമെന്ന് പറയുകയും ചെയ്തു. ഒരു പക്ഷെങ്കിൽ ഹൃദയത്തിന് ബ്ലോക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ വ്യാഴാഴ്ച ആൻജിയോഗ്രാം ചെയ്യാനാണ് ഡോക്ടർ തീരുമാനിച്ചു. എൻ്റെ ജീവിത പങ്കാളി ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഈപ്പച്ചനച്ചനോടും നെൽസനച്ചനോടും സിസ്റ്ററിനോടും എല്ലാം വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥനാ സഹായം യാചിച്ചു. അച്ഛൻ ഫോണിലൂടെ പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ തിരുരക്തം നിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകി നിൻ്റെ ഹൃദയത്തിലെ എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റട്ടെ എന്ന്. പിറ്റേ ദിവസം ഡോക്ടർ പരിശോധിച്ചപ്പോൾ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ എൻ്റെ ഹൃദയം പരിപൂർണമായും യാതൊരു രോഗവുമില്ലാത്ത അവസ്ഥയിൽ കാണുവാനായിട്ട് ഡോക്ടർക്ക് സാധിച്ചു. തമ്പുരാന് ഞാൻ ആയിരം നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ആയിരം നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്ക് ജോലി ലഭിക്കുമ്പോൾ അത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ നേരത്തെ ഇവിടെ മിക്കപ്പോഴും വരുന്നതാണ്. ഈ തിരുസന്നിധിയിൽ ഞാൻ ഏറ്റിരുന്നു. എൻ്റെ 3 കുട്ടികളും US-ലാണ്. മൂത്തവൾ MSc നേഴ്സാണ്. അവിടെ ചെന്ന് 6ന്റെ പരീക്ഷയും പാസ്സായി. കഴിഞ്ഞ വർഷം ജോലിക്ക് ശ്രമിച്ചപ്പോൾ ചെറിയ ജോലികളാണ് അവർക്ക് ലഭിച്ചത്. ഇവിടെ പ്രാർത്ഥനാ സഹായം യാചിച്ചു. അച്ഛൻ പറഞ്ഞു 2015 ആദ്യം മകൾക്ക് നല്ല ജോലി ലഭിക്കും. അവൾക്ക് ഈ വർഷം ആദ്യം 3 ഇൻ്റർവ്യൂവിനുള്ള സാധ്യതയുണ്ടായി. അതിൽ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് സർവീസ് പോലെ അവിടുത്തെ സിറ്റിയുടെ ഹോസ്പിറ്റലിൽ അവർക്ക് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുവാനായിട്ടിടയായി. ദൈവത്തിന് ഞാൻ പ്രത്യേകം ആയിരം നന്ദി പറയുന്നു. മകന് എഞ്ചിനീയറാണ്. അവനും ഈ വർഷം തന്നെ അവിടെ ഒരു ഇലക്ട്രോണിക് കമ്പനിയിൽ ജോലി ലഭിച്ചു. കൊച്ചുമോക്കും അവിടെ പോകാനായിട്ട് സാധിക്കും. ഇതെല്ലാം ദൈവദർശനത്തിൽ നിൽക്കുവാൻ അല്പം പോലും യോഗ്യതയില്ലാത്ത എനിക്ക് നല്ലവനായ ദൈവം അവിടുത്തെ പരിശുദ്ധ മാതാവിലൂടെ ഇവിടുത്തെ പ്രാർത്ഥനയിലൂടെ നൽകിയതാണെന്നും എൻ്റെ വാക്കുകൾക്ക് ഇതിനൊന്നും നന്ദി പറയുവാനായിട്ട് എനിക്ക് വാക്കുകളില്ലെന്നും സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിന് 1000 10,000 നന്ദി ഞാൻ പറയുകയാണ്. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഇരുവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ നമുക്ക് ഒരുമയോടെയുള്ള ഹൃദയത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമാകുന്നു. ഹൃദയത്തിൻ്റെ ബ്ലോക്ക് കർത്താവ് പെട്ടെന്ന് ഇത് വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എടുത്തു മാറ്റി. ദൈവത്തെ നമുക്ക് കരമുയർത്തി നന്ദിയോടെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.